അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 6. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഇലാ ആഖിരിൽ ആയ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ നാം ചർച്ച ചെയ്തു തുടങ്ങിയ സൂറത്തു തൗബയുടെ 128 വചനത്തിന്റെ 1 ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവാചകൻ, അഥവാ നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്നുള്ള പ്രവാചകനാണ്. മനുഷ്യന്റെ വികാരവിചാരങ്ങളും വീക്ക്നെസ്സുകളുമൊക്കെ തിരിച്ചറിയുന്ന നേതാവ് എന്നർത്ഥം. അന്നു മദീനത്തെ പള്ളിയിലേക്ക് മുളർ കോളനിക്കാർ കടന്നുവന്നു. ഏതാനും പട്ടിണി പാവങ്ങൾ. ഉടനെ തന്നെ മുത്തുനബി അവരുടെ ചുരുണ്ട് കിടക്കുന്ന വയറ് കണ്ടപ്പോൾ വേദനിക്കുന്നു. മുത്തുനബി പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഓ പ്രിയപ്പെട്ട സ്വഹാബ, ഇതാ മുളർ കോളനിക്കാർ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവർക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഭക്ഷണം മിച്ചമുണ്ടെങ്കിൽ കൊണ്ടുവാ. അവർക്ക് ഉടുക്കാൻ മുണ്ടില്ല. നിങ്ങളുടെ കൈവശം മുണ്ട് മിച്ചമുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവരൂ. സ്വഹാബത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരായി കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ നിന്ന് ലഭിച്ച ഈ വസ്ത്രവും മുണ്ടുമൊക്കെ വിഹിതം വെച്ച് അവർക്ക് നൽകിയതിനു ശേഷം അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിശക്കുന്നവന്റെ മുമ്പിൽ ആദ്യം വേണ്ടത് വേദമോതുകയല്ല, അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുകയാണ് എന്ന തിരിച്ചറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാവാൻ കാരണം മനുഷ്യന്റെ പരിമിതികൾ, മനുഷ്യന്റെ ചാപല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന പ്രവാചകരായതുകൊണ്ടാണ്. ഇതേ രൂപത്തിൽ തന്നെ സംസർഗം വഴി പരിശുദ്ധ റമദാനിലെ നോമ്പ് നിഷ്ഫലമാക്കി കളഞ്ഞ ഒരു മനുഷ്യൻ വന്ന് അതിന്റെ പ്രായച്ചിത്തത്തെക്കുറിച്ച് തങ്ങളോട് അന്വേഷിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളൊരടിമയെ മോചിപ്പിക്കണം. അയാൾ പറഞ്ഞു, എനിക്ക് സാധിക്കില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ 60 ദിവസം താൻ തുടരെയായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. അദ്ദേഹം പറഞ്ഞു, അതും അസാധ്യമാണ് തങ്ങളെ, എന്നെക്കൊണ്ട്. വീണ്ടും മുത്തുനബി പറഞ്ഞു, എങ്കിൽ 60 മിസ്കീന്മാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അയാൾ പറഞ്ഞു, അതും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല നബിയെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം നൽകി. തങ്ങളുടെ അടുത്തേക്ക് ഹദിയയായി വന്ന ഒരു കൊട്ട കാരക്കയെടുത്ത് ആ മനുഷ്യന് കൊടുത്തിട്ട്, ഇത് സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പം ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് വേണ്ടുവോളം അനുഭവിച്ച ആ മനുഷ്യൻ മുത്തുനബിയോട് പറയുകയാണ്, വല്ലാഹി മാ ബൈന ലാബത്തൈഹ അഹദുൻ അഫ്ഖറു മിന്നി യാ റസൂലല്ലാഹ്. നബിയെ, തങ്ങളിത് സാധുക്കൾക്ക് കൊടുക്കാനാ പറഞ്ഞത്.